പത്തനംതിട്ട ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്കണവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കനത്ത മഴ മൂലം പത്തനംതിട്ടയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, ഇടുക്കിയിലാണ് ഇപ്പോൾ സാഹചര്യം കുറച്ച് രൂക്ഷമായിരിക്കുന്നത്. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. രണ്ടിടങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുള്ള വിവരം ലഭ്യമാവുന്നുണ്ട്. ഡീൻ കുര്യാക്കോസ് MP ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം അവിടെ സ്ഥലത്തുണ്ട്. അവിടെ ഹിറ്റാച്ചിയും JCBയും അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി രക്ഷാപ്രവർത്തനത്തിന് ഒരുങ്ങുകയാണ്. പക്ഷേ മഴയൊരു തടസ്സമാണ്. അങ്ങോട്ട് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്. തീർച്ചയായിട്ടും കീർത്തന, അടൂർമലയിൽ തന്നെയാണ് അല്പ ആശങ്കയായി കാര്യങ്ങൾ തുടരുകയും ചെയ്യുന്നത്. കാരണം കുടയത്തൂർ പഞ്ചായത്തിലെ ഒരു കുറച്ച് ഉൾമേഖലയിലേക്കുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ അടൂർമല എന്ന് പറയുന്നത്. അവിടെയാണ് ഒരാളെ കാണാതായിരിക്കുന്നത്. ആ പ്രദേശത്തേക്ക് എത്തുന്നത് ഇപ്പോഴും വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു. കാരണം അവിടേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട റോഡുകളെല്ലാം മണ്ണിടിഞ്ഞുകൊണ്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിനാണെങ്കിലും പോലീസിനാണെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തേണ്ട ആളുകൾക്കാണെങ്കിലും ഈ അടൂർമലയിലേക്ക് എത്തുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്നതാണ് MP-യുടെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാണാതായിരിക്കുന്ന ഒരാളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ JCB ഉൾപ്പെടെ അവിടെ എത്തിച്ചാൽ മാത്രമാണ് മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധന നിലവിൽ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഈ കാലാവസ്ഥ പ്രതികൂലമായതും മാത്രമല്ല നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം സാധാരണ നിലയിലേക്ക് ആകാൻ കുറച്ച് സമയം കൂടി എടുക്കും എന്നുള്ളതാണ് അടൂർമലയിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തൊടുപുഴ ഈ ചപ്പാത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ചപ്പാത്തിലാണ്. ചപ്പാത്ത് ഈ പെരിയാറ് കരകവിഞ്ഞൊഴുകിയതോടുകൂടി തന്നെയാണ് ഈ കാണുന്ന മേഖലകളിലെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്നത്. അതൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ വേഗം തന്നെ മാറ്റാൻ സാധിച്ചു. പക്ഷേ വളരെ വേഗത്തിൽ വെള്ളം കയറിയതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ അകത്തുണ്ടായിരുന്ന സാധനങ്ങളൊന്നും തന്നെ മാറ്റാൻ സാധിച്ചിട്ടില്ല. കൂടാതെ കുറച്ചപ്പുറത്ത് വാഹനങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ കാണുന്ന പോലെ തന്നെ വീടിൻ്റെ അകത്ത് ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ മഴ കുറയുകയാണെങ്കിൽ വെള്ളം കുറയേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും മലയോര മേഖലകളിൽ മഴ തുടരുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വണ്ടിപ്പെരിയാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഒഴുകി എത്തുന്നതാണ് ഇവിടെ. സാധാരണ മുല്ലപ്പെരിയാർ തുറക്കുമ്പോൾ പോലും ഇവിടെയൊന്നും വെള്ളം കയറുന്നതാണ് അല്ല. പക്ഷേ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഈ പെരിയാറിൽ അടക്കം വെള്ളം കയറുന്ന സാഹചര്യമുള്ളത്. ഇപ്പോൾ അവിടെ നമ്മുടെ കൂടെ ഉള്ളത് ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. ഇപ്പം നിലവിലെ സാഹചര്യം? അതെ, നമുക്ക് യാതൊരു പ്രതീക്ഷയില്ലാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വെള്ളം കയറിയത്. സാധാരണ രണ്ട് മഴയൊക്കെ പെയ്താൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല ഇവിടെ. പക്ഷേ ഇതിപ്പോൾ മുകളിലെങ്ങാണ്ട് ഉരുൾ പൊട്ടിയിട്ടുണ്ട്. ഇന്നലെ ഒരു 3 മണിക്ക് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. വെളുപ്പിന് 3 മണിക്ക് ശേഷം. എന്തായാലും ആളുകളെല്ലാം തൽക്കാലത്തേന് അങ്ങോട്ട് ഒരു വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. സാധാരണ മുല്ലപ്പെരിയാർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുമ്പോൾ പോലും ഇവിടെ വെള്ളം കയറുന്നതല്ല. അല്ല അതത്ര ഭയങ്കരമായ മഴയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക്. ഇന്നലെ രാത്രി 9 മണിക്ക് തുടങ്ങിയ മഴയാണ്, നിൽക്കാതെ മഴയുണ്ട്. തോന്നുന്നു 2018 പ്രളയത്തിന്റെ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ഈ ചപ്പാത്തിൽ അന്ന് വെള്ളം കയറി. അതെ, തീർച്ചയായിട്ടും ആ 2018 ആ വെള്ളത്തിന്റെ സമയത്ത് ആ ഒരു കണ്ടീഷനിൽ ഇപ്പം ഇവിടെ ഉണ്ട് വെള്ളം നിലവിൽ. ദിനേശൻ ചെറുവാട്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ നമസ്കാരം. നിലവിൽ മഴ കനക്കുന്ന സാഹചര്യമാണ്. ഇടുക്കിയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായെന്ന് അറിയാൻ സാധിക്കുന്നു. അതെ, ഇടുക്കിയില് പിന്നെ തൊടുപുഴ താലൂക്കില് കുടയത്തൂർ വില്ലേജിലാണ് ഉരുൾപൊട്ടിയിട്ട് ഒരു സ്ത്രീ, ഒരു 65 വയസ്സുള്ള സുമതി അമ്മ അവിടെ പെട്ടായിട്ട് അറിയിട്ടുണ്ട്. അവിടെ ജനപ്രതിനിധികൾ അവിടെയുണ്ട്. ഞാൻ ഉടനെ അവിടെ സൈറ്റിലെത്തുന്നത്. അതുപോലെ തന്നെ കോലാഹലമേടിൽ പീരുമേട് താലൂക്കിൽ 2 സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് ഒരാൾ മണ്ണിലടിപ്പെട്ട ഒരു വേണുഗോപാലൻ നായർ എന്ന് പറഞ്ഞാൽ മണ്ണിൽ അടിയിൽപ്പെട്ടതായിട്ടുണ്ട് വിവരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഉരുൾപൊട്ടിയ സ്ഥലത്ത് നമ്മുടെ പോലീസ്, ഫയർഫോഴ്സ്, NDRFന്റെ ടീം എല്ലാം സൈറ്റിലുണ്ട്. ഇപ്പോൾ നമ്മളൊരു പ്രതിനിധി പറയുകയായിരുന്നു, ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തുറന്നാൽ പോലും വെള്ളം കയറാത്ത സ്ഥലമാണ്. ഇപ്പോൾ പെട്ടെന്നുണ്ടായ അപ്രതീക്ഷിതമായൊരു വേലിയേറ്റ് അല്ലെങ്കിൽ വെള്ളം കയറിയതാണ് ഈ വീടുകളിൽ എന്നാണ് ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത്. അവർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിലൊരു ഉരുൾപൊട്ടലും അല്ലെങ്കിൽ വീടുകളിൽ വെള്ളം കയറും എന്നുള്ളൊരു സാഹചര്യമൊക്കെ. അതെ, നമ്മുടെ വീടുകളിൽ വെള്ളം കയറുന്ന ആൾക്കാരൊക്കെ വിവിധ സ്ഥലങ്ങളിൽ. മറ്റു സ്ഥലങ്ങളിലും ഇപ്പോഴും ഇതുപോലെ വെള്ളം കയറിയതായിട്ടും പിന്നെ മണ്ണിടിച്ചിലായിട്ട് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലായിടത്തും നമ്മുടെ പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തുണ്ട്. ഇതുവരെ പോലീസും ഫയർഫോഴ്സ് സ്ഥലത്തുണ്ട്. 3 മാത്രമാണ് ഇങ്ങനെ ആൾക്കാർ അപകടത്തിൽപ്പെട്ടതായിട്ട് വിവരം കിട്ടിയിട്ടുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ കളക്ടർ? അതിനുള്ള എല്ലാ നടപടികളും തഹസിൽദാർമാർ അതാത് സ്ഥലങ്ങളിൽ
കിടക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ പല സ്ഥലത്തും ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. വരും മണിക്കൂറുകൾ റെഡ് അലേർട്ട് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സുരക്ഷാ മുൻകരുതലാണ് ജില്ലയിൽ സ്വീകരിച്ചിട്ടുള്ളത്? ഈ ജില്ലയിൽ സാധ്യമായ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ താലൂക്ക് തലത്തിലുള്ള കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തനക്ഷമമാണ്. അവിടെ തഹസിൽദാർമാർ എല്ലാവിധ രക്ഷാപ്രവർത്തനങ്ങളും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ജില്ലയിലെ എല്ലാ സ്കൂളുകളും, അത് മദ്രസകളും ട്യൂഷൻ സെന്ററുകളും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് അവധി കൊടുത്തിട്ടുണ്ട്. ശരി, വളരെ നന്ദി ദിനേശൻ ചെറുവാട്ടി. അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇടുക്കി ജില്ലാ കളക്ടറുടെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ റെഡ് അലേർട്ട് ആണ്. സ്കൂളുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. 2 ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരം ലഭിക്കുന്നത്.